ISL ഏറ്റവും മികച്ച പരിശീലകന്മാരുടെ കണക്കെടുത്തൊന്ന് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മുൻ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 സീസണുകളിലും മോഹൻ ബഗാനെ പരിശീലിപ്പിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനെ ഷീൽഡിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അതിന് തൊട്ടുമുമ്പുള്ള സീസണിൽ മോഹൻ ബഗാനെ ജേതാക്കളാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനെ ഫൈനൽ വരെ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നേട്ടമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ ISL 11ാം സീസണിന് മുന്നോടിയായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പുറത്താക്കിയിരുന്നു. എന്നാൽ മോഹൻ ബഗാൻ വിട്ടതിനു ശേഷം അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിട്ടതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ സമീപിച്ചിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ തയ്യാറാണോ എന്ന് ബ്ലാസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു. ഞാനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുകയാണ്. എന്നാൽ എനിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. ഞാനും പിന്നീട് ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്ക് പരിശീലകനായി ചുമതലയേറ്റു എന്നുള്ളൊരു കാര്യമാണ് അവിടെ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നമുക്കിപ്പോൾ അറിയാം. വളരെ ദയനീയമായ അവസ്ഥയാണ്. 10ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എന്നാൽ അവിടെ ഹബാസ് ആയിരുന്നു മിഖായേൽ സ്റ്റാരുടെ പകരം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്താനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹബാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാതിരുന്നതെന്നും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി പണത്തിൻ്റെ പ്രശ്നമാണോ അതോ ഇനി വേറെ വല്ല പ്രശ്നമാണോ എന്നറിയില്ല. പണത്തിൻ്റെ കാര്യമാവാൻ സാധ്യതകൾ കാണുന്നില്ല. കാരണം ഇന്റർ കാശി അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും പണത്തിൻ്റെ കാര്യമായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും എന്തായാലും ഹബാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത അവിടെ പോയത്. എന്തായാലും അന്റോണിയോ ലോപ്പസ് ഹബാസ് ആയിരുന്നു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ ISL മുന്നേറാൻ സാധിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഹബാസ് എത്താത്തത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എന്തായാലും അന്റോണിയോ ലോപ്പസ് ഹബാസിനെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്.